ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞാൻ പുതിയാക്കാൻ പോകുന്നത് ഒക്കെ കാണിച്ചത് ഈ ചക്ക നമുക്ക് പുഴുങ്ങാം. ഈ ചക്ക നമുക്ക് പുഴുങ്ങാനാക്കാം. എല്ലാ ചക്കയെല്ലാം വെക്കുന്നില്ല, ഉപ്പേരി ഒന്നുമല്ല, ഇങ്ങനെ തന്നെ പുഴുങ്ങലാണ്. പിന്നെ ചമ്മണിയെല്ലാം കളഞ്ഞ് ഈ പുഴു വേച്ച് മേടിക്ക് പുഴു കൊടുത്താൽ ഈ പുഴുവിനെ കളഞ്ഞെടുക്കാം. ഇങ്ങനെ ഈ ചുള ഇങ്ങനെ പുഴുങ്ങാം. ഇങ്ങനെ അതിൻ്റെ ചമ്മണിയെല്ലാം കളഞ്ഞ് ഇങ്ങനെ വൃത്തിയാക്കി ഇത് വേണ്ട. ചക്ക നമുക്ക് ചായക്ക് വഴി പോലെ ആക്കിയിട്ട് നമുക്ക് തിന്നാൻ പറ്റിയിട്ട് ഇങ്ങനെ വെക്കൊന്നും ചെയ്യേണ്ട, വെക്കാണ്ട് അല്ല ഇങ്ങനെ തന്നെ ആക്കിയിട്ട് നമ്മൾ തന്നെ ചോളി എല്ലാം കൂടി പുഴുങ്ങുക. ഇത് ഞാൻ കാണിച്ചത് നമുക്ക് നല്ല നല്ല രസമാണ് തിന്നാൻ, പുഴുങ്ങിയിട്ട് തിന്നാൻ. പിന്നെ വേറെ പണിയൊന്നുമില്ല, നമുക്കിപ്പോൾ വേഗം പെട്ടെന്ന് ആകുന്ന പണിയാണ്. ഇല്ല ഇങ്ങനെ ഈ ചമ്മണിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എന്നിട്ടാണ് ഇത് ചെയ്യാം. ഇതിൻ്റെ പുരു നമുക്ക് തേച്ച് തിന്നാൻ കഴിയില്ല, അതുകൊണ്ട് പുരു കുറേ നമ്മൾ ഇങ്ങനെ കഴിച്ചിട്ട് കിട്ടുള്ളൂ. അത്രയും പുരു നമുക്ക് തിന്നാൻ കഴിയണം. അതിൻ്റെ ചുള മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ നമ്മൾ എല്ലാം പൊറുക്കിയിട്ട് പുഴുങ്ങിയിട്ട് ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ആരെങ്കിലും ആക്കിയിട്ടുണ്ടെന്ന് നോക്കണം. ഞാൻ ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് വൃത്തിയാക്കട്ടെ. ഇതിപ്പം ഞാനിപ്പോൾ ഇപ്പം പഴുന്ന ചക്ക ഈ ചമ്മണിയെല്ലാം വാങ്ങി കളഞ്ഞ് ഇട്ട് വെച്ച് ഇനിയിപ്പോൾ നമ്മുടെ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടി ഇടുക. വില പൊടി അത് കൂടിയിട്ട് മുളക് പൊടി ഇടുക. ആവശ്യത്തിന് മാത്രം മുളക് പൊടി ഇടുക. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയാണ്, ആവശ്യത്തിന് മാത്രം മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം അത് ഒഴിക്കുക. ഇപ്പോൾ ആഴം വേണം. ഇങ്ങനെ ആക്കിയിട്ട് എല്ലാത്തും ഒരുപോലെ അളയും. ഞാനിപ്പം ഇതിൻ്റെ മൂടിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ചക്ക അടുപ്പത്ത് വെക്കാം. ഇത്രയൊരു പണിയുള്ളൂ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്, തിന്നാൻ നല്ല രുചിയാണ്. കണ്ടില്ലേ ഇത് കണ്ടില്ലേ? രണ്ട് വിസിൽ വരണം. രണ്ട് വിസിൽ വന്ന അപ്പാട് നമുക്ക് ഓഫാക്കാം. എന്നിട്ട് കഴിഞ്ഞാൽ വാങ്ങി വെക്കാം. അതാണ് വേണ്ടത്. അത്രയും പണിയുള്ളൂ. ഇപ്പം വിസിൽ വരാൻ പോകുന്നുണ്ട്. 2 പ്രാവശ്യം വിസിലെടുത്ത് പോകുന്നു. എന്നാൽ ആയി. ഒരു വിസിൽ വന്നു. ഇതിപ്പോൾ ഒരു വിസിലും കൂടി വന്നാൽ നമുക്ക് വാങ്ങി വെക്കാം. ഒരു വിസിലും കൂടി വരണം. ഒരു വിസിലാണ് വന്നത് ഇപ്പോൾ. ഇനി ഒരു വിസിലും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങി വെക്കാൻ പറ്റും. ഇനി കുറച്ച് ആവി പോയിട്ടാകുമ്പോൾ നമുക്ക് വാങ്ങി തട്ടി കഴിക്കാം.
ഇതായ നോക്കട്ടെ ആയിട്ട് ഇനി എന്തെങ്കിലും വേണ്ടി വെച്ചാൽ ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ ഇത് നമ്മുടെ ചക്ക വെന്ത് തയ്യാറായി കേട്ടാ. ഈ ചക്ക വെന്ത് തയ്യാറായി കേട്ടാ. ഇത് ഇനി എന്നാൽ വേണ്ടേക്കായി ഇത് കുറച്ച് പച്ച കുറിച്ചിട്ട് വയ്ക്കുക. ഈ വെളിച്ചെണ്ണ വറുത്തിടണ്ട. ഇത് നമ്മളിങ്ങനെ കുറച്ച് പച്ച കുറിച്ചിട്ട് നനച്ച് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതാണ് ഇതുപോലെ നമ്മളിപ്പോൾ കടിയില്ല. ഇതാണ് ഈ ചക്കയാണിത്. ഇങ്ങനെയാണ് പുഴുങ്ങുക. അത് പുഴുങ്ങലാണ്. അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒരു ചുളി അങ്ങനെ തന്നെ വരുവല്ല. ഇങ്ങനെ ചൂടുണ്ട് നല്ലപോലെ. ഇത് നമ്മൾ ഈ വിധം നൽകിയെന്ന് വെച്ചാൽ ഇതിനിങ്ങനെ നമ്മൾ ഓരോന്ന് എടുത്തിട്ട് കഴിച്ചോളാം. കേട്ടോ വേണ്ട. ഇതുപോലെ നമ്മൾ എടുത്തിട്ട് തന്നെ ചക്ക എടുത്തിട്ട് കഴിച്ചോളാം. നല്ല ടേസ്റ്റാണ്. ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. നല്ല രുചിയോടെ കിട്ടുന്നുണ്ട്. ഇതന്നെ നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ചക്ക ഇതിനെ കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ്. നമുക്ക് പെട്ടെന്നാകും. ഇനി പണിയെടുക്കേണ്ട പാക്കേണ്ട ഒന്നും വേണ്ട. ഇത് നമുക്ക് ഇട്ട് കഴിക്കുകയേ വേണ്ടൂ. ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ നന്ദി.